ഇനിയാണ് പ്രധാനപ്പെട്ട ചോദ്യം. 2015 നവംബർ മാസം 1-ാം തീയതി ഇത്രയും അനുമതികൾ മേടിച്ച് ഏത് CP രാമസ്വാമിയുടെ കാലഘട്ടം മുതൽ തിരുവനന്തപുരത്തിന്റെയും കേരളത്തിന്റെയും സ്വപ്നമായിരുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ എല്ലാവിധത്തിലുള്ള പേപ്പറും അനുമതിയും മേടിച്ച് 2015 നവംബർ മാസം 1-ാം തീയതി അത് തറക്കല്ലിടുന്ന ദിവസം ഏതെങ്കിലും ഒരു CPM കാരൻ പങ്കെടുത്തിരുന്നോ? ഏതെങ്കിലും ഒരു LDF കാരൻ പങ്കെടുത്തിരുന്നോ? ഏതെങ്കിലും CPM പ്രതിനിധി പങ്കെടുത്തിരുന്നോ? പങ്കെടുത്തിരുന്നില്ല എന്നത് മാത്രമല്ല, 2014 നവംബർ മാസത്തിലെയും 2015 മാർച്ച് മാസത്തിലെയും നിങ്ങളുടെ നിയമസഭാ ചോദ്യങ്ങൾ, ആരുടെ നിയമസഭാ ചോദ്യം? കോടിയേരി ബാലകൃഷ്ണന്റെയും ജമീല പ്രകാശത്തിനും ഉൾപ്പെടെയുള്ള നിയമസഭാ ചോദ്യങ്ങൾ എടുത്ത് പരിശോധിക്കണം. എന്താ പറഞ്ഞതെന്ന് അറിയാമോ? 2015 ശ്രീ ഉമ്മൻചാണ്ടിയും അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ KV തോമസും അദാനിയുമായി KV തോമസിന്റെ വീട്ടിൽ വെച്ച് ഒരു ഗൂഢാലോചന നടത്തി. അവിടെ വെച്ച് അഴിമതിയുടെ പണം വീതം വെക്കാൻ തീരുമാനിച്ചു. ഈ അഴിമതിയുടെ ഇടനിലക്കാരനാണ് KV തോമസ്. ഇത് പറഞ്ഞതാരാ? CPM അല്ലേ പറഞ്ഞേ? ഇന്ന് അരുൺകുമാറിന് പറയാമോ KV തോമസ് അഴിമതിയുടെ ഇടനിലക്കാരനായിരുന്നു? KV തോമസ് ആണോ ഈ അഴിമതിയുടെ ബ്രോക്കർ ആയി അന്ന് അഭിനയിച്ചത്, അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്നത്? ശ്രീ അരുൺകുമാർ അത് വ്യക്തമാക്കിയാൽ മതി. ഇത് പറഞ്ഞുകൊണ്ടാണ് 5000 കോടി രൂപയുടെ പദ്ധതിക്ക് 6000 കോടി രൂപ അഴിമതിയാണെന്ന് പറഞ്ഞ് 2015 നവംബർ മാസം 1-ാം തീയതി ഈ പദ്ധതിയുടെ തറക്കല്ലിടുന്ന ദിവസം CPM സമരം ചെയ്തത്. CPM ഈ പദ്ധതിയിൽ പങ്കെടുക്കാതെ, ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നത്.